ജാർഖണ്ഡ് ഖനന അഴിമതി കേസിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ വസതിയിൽ ഇഡി സംഘം എത്തി. കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇഡി സമൻസ് നൽകിയിരുന്നു. വിവരങ്ങളുമായി ആർ അച്യുതൻ ചേരുന്നു. അച്യുതൻ, എന്താണ് ഇഡി നീക്കത്തിന്റെ വിശദാംശങ്ങൾ? വേണു, ഈ ഖനന അഴിമതി കേസുമായി ബന്ധപ്പെട്ട ഇഡിയുടെ നടപടി അത് ഹേമന്ത് സോറനെതിരെ കുറച്ചുകൂടി കർശനമാക്കുകയാണ്. അദ്ദേഹത്തിന് 9 സമൻസുകളാണ് ഇതിനോടകം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ളത്. 8 സമൻസുകൾ അദ്ദേഹം അവഗണിച്ച സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തിന് പിന്നാലെ തന്നെ ഇഡിയുടെ നീക്കങ്ങൾ നടത്തുന്നത്. അദ്ദേഹം ചില രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ടാണ് ഡൽഹിയിൽ എത്തിച്ചേർന്നത്. ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ വസതിയിലാണ് ഇപ്പോൾ ഇഡി സംഘം എത്തിയിരിക്കുന്നത്. പക്ഷേ ഈ ചോദ്യം ചെയ്യൽ പോലുള്ള സാഹചര്യങ്ങളിലേക്ക് കടക്കുമോ എന്നുള്ളതിൽ ഇപ്പോഴും വ്യക്തതയില്ല. വസതിയിൽ ഹേമന്ത് സോറൻ നിലവിലില്ല എന്നുള്ള ചില വിവരങ്ങളാണ് ലഭിക്കുന്നത്. പക്ഷേ ഇഡി സംഘം ഇപ്പോൾ വസതിയിലാണ്. നേരത്തെ ഈ അവസാനം നൽകിയ സമൻസിൽ ചൂണ്ടിക്കാട്ടിയത് ഈ മാസം 29-നും 31-നും ഇടയിൽ ഹാജരാകണമെന്നുള്ള ഒരു നിർദ്ദേശമായിരുന്നു സമൻസിൽ ഉണ്ടായിരുന്നത്. ഇല്ലാത്ത പക്ഷം കർശന നടപടിയിലേക്ക് കടക്കും എന്നുള്ളതടക്കം ഇഡി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്തായാലും ആ ഒരു ഖനന അഴിമതി കേസിൽ ഇപ്പോൾ ഹേമന്ത് സോറനെതിരെ നടപടികൾ ശക്തമാക്കുകയാണ്. നേരത്തെ കേസുമായി ബന്ധപ്പെട്ട ജാർഖണ്ഡിന്റെ വിവിധ ഇടങ്ങളിൽ ഇഡി പരിശോധനകൾ നടത്തിയിരുന്നു. അന്ന് 50 കോടിയിലധികം വരുന്ന അനധികൃത പണം കണ്ടെത്തിയിരുന്നു. ഒപ്പം ഈ ഹേമന്ത് സോറന്റെ തന്നെ മാധ്യമ ഉപദേഷ്ടാവിന് ഈ കേസുമായി ബന്ധപ്പെട്ട സമൻസ് നൽകിയിട്ടുണ്ട്. അദ്ദേഹം ഇതുവരെയും ഹാജരായിട്ടില്ല. അങ്ങനെയുള്ള പല നീക്കങ്ങൾ ഇഡിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട്. അതിനിടയിലാണ് ഹേമന്ത് സോറനെ പിന്തുടർന്നുകൊണ്ടുള്ള ഒരു ഇഡി നീക്കം കൂടി ഉണ്ടായിരിക്കുന്നത്. വേണു, ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.